അപ്പം അത് ഞാൻ തേങ്ങയൊന്ന് ചുട്ടെടുക്കാൻ കനലിൽ വെച്ച് ചുട്ടെടുക്കാൻ പോകട്ടോ. ചെറിയ കൊത്തൊക്കെ ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. നല്ല സാരമില്ല, നമുക്ക് തേങ്ങയൊക്കെ ഇപ്പോൾ കുറവായിട്ടിരിക്കുന്ന സമയമല്ലേ. അപ്പം ഞാൻ ഇത്തിരി കൊത്തിയെടുത്തപ്പോൾ ചെറിയ ചെറിയ കൊത്തുകളായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഇന്ന് റെസിപ്പി എന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചുട്ടെടുത്തിട്ട് വരാം. ഇവിടെ തേങ്ങയൊക്കെ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അതേ കൂടെ ചാരമൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും കഴുകി കളയണ്ട, അപ്പോൾ അധികം അങ്ങ് കൊട്ടിയെടുത്താൽ മതി. ഇതും കൂടെ അങ്ങ് ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റ് ആവുകയും ഞാൻ ഈ മുളകും കൂടെ ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. എല്ലാവർക്കും എരിവിന് ആവശ്യത്തിനുള്ള മുളകിടാവേ. ഇവിടെ മുളക് ഒത്തിരി വേണ്ടാത്തതുകൊണ്ട്, എരിവ് ഒത്തിരി കൂട്ടില്ലാത്തതുകൊണ്ട് ഞാനൊരു 4 മുളക് ഇട്ടിട്ടുള്ളൂ. അതും കൂടി ഒന്ന് കനലിൽ വെച്ച് ചുട്ടെടുക്കാം. മുളക് നോക്കി നിന്നില്ലെങ്കിൽ അത് കത്തിപ്പോകും. കരിഞ്ഞു പോകരുത്. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. 5-6 ചുള ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ പച്ചക്കാണ് ഉണ്ടാക്കണം, പക്ഷെ ഞാൻ ഈ കനലിൽ വെച്ച് അതും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തേങ്ങയും മുളകൊക്കെ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി വാട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, ഒരു നെല്ലിക്കയോളം വലിപ്പത്തിന് വാളംപുളി, ഒരു തണ്ട് കരിയാപ്പില. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കും. അപ്പം നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി, സൂപ്പർ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ടൊന്ന് കമൻസ് ഒന്ന് അറിയിച്ചേക്കണേ.